അപ്പോ കുറഞ്ഞ ടൈം നമ്മുടെ മുമ്പിലുള്ളൂ, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 4 മണിക്കാണ് ജമാഅത്ത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്ന് പറയോ, ഖുർആൻ പഠിക്കുക അതിലൊന്നുകൂടി ബെറ്റർ ആയാൽ കൊള്ളാം അല്ലെ? കുറച്ച് യെസ്, ഖുർആൻ പഠിക്കാത്തല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക. ഇനി വേറെ എന്തെങ്കിലും ഉള്ളതെന്ന് പറയാം. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു മനസ്സിൽ ഒന്നുകൂടി നന്നാക്കണം, നിങ്ങളൊക്കെ 100% ഓക്കെ ആണെങ്കിൽ ഞാൻ സോറി കേട്ടോ, അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നാക്കണം എന്ന് താല്പര്യമുള്ളവരാണ് ഈ ചോദ്യം. ആർക്കും പറയാം, കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കും പറയാം. എന്തെങ്കിലും ഒന്ന് ബെറ്റർ ആക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ, നമസ്കാരത്തിന്റെ കാര്യം ഒന്നുകൂടി ഖുശൂഅ് കാണിക്കാൻ അൽഹംദുലില്ലാഹ്. വേറെ ഇനി അതൊന്നും പറഞ്ഞത് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും പറയുന്നത്, ഇത് മറ്റുള്ളവർക്കും കൂടി ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയിപ്പിക്കുന്നത്. എനിക്കുണ്ടല്ലോ അത് തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. യെസ് ടീച്ചർ ഒന്ന് ആലോചിക്കാം. ഉള്ളവർ പറയും, ആരും നിർബന്ധിക്കണില്ല. എന്താണ് ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള കപ്പാസിറ്റി. മറ്റൊന്നാണ് സാഹോദര്യം അല്ലെ? ആരും പറഞ്ഞല്ലോ, സാഹോദര്യം അൽഹംദുലില്ലാഹ്, രണ്ടു വേറെ കുറെ ബന്ധമുള്ളതാണ്. വേറെ മക്കളോടുള്ള മക്കൾ പെരുമാറ്റത്തില് യെസ്, ഇതൊക്കെ നമ്മൾ, ഇത് ഏതെങ്കിലും പറഞ്ഞ ആളുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങളുടെയും എന്റെയും ഒക്കെ പ്രശ്നമാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഒന്നുകൂടി ബെറ്റർ, ഇത് എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും? ഒരു ആപ്തവാക്യമുണ്ട്, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഭാവി നമുക്ക് തിരുത്താൻ പറ്റുമോ? നമ്മളെ ഭാവി നമ്മളെ കയ്യിലാണോ? ആണോ? നമ്മളെ ഭാവി നമ്മുടെ കയ്യിലാണോ? ആരയില്ല? അള്ളാന്റെ കയ്യില. നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇല്ല, തിരുത്താൻ പറ്റില്ല. നമ്മളെ ഹാബിറ്റ് നമുക്ക് തിരുത്താൻ പറ്റുമോ? നമ്മുടെ ശീലം, ഇന്നലെ 5 മണിക്ക് എണീറ്റ ഒരാൾക്ക് നാളെ വേണമെങ്കിൽ 4:30 എണീറ്റൂടെ? ഇന്നലെ രാവിലെ ഖുർആൻ ഓതാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നാളെ ഖുർആൻ ഓതിക്കൂടെ? ഇന്ന് രാത്രി മക്കളോട് കശപിശുണ്ടാക്കിയ ഒരാൾക്ക് നാളെ ശ്രദ്ധിച്ചൂടെ? ഹാബിറ്റ് തിരുത്താൻ പറ്റുമോ? പറ്റും. എന്നാൽ സൈക്കോളജി പറയുന്നു, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തിരുത്താൻ പറ്റൂല, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. നിങ്ങൾക്ക് എന്തിനെ തിരുത്താം? നിങ്ങളുടെ ശീലത്തെ തിരുത്താം. ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ശീലമാരെ തിരുത്തും, ഭാവിയെ തിരുത്തും. സിമ്പിളാണ്. നമ്മൾ തിരുത്തേണ്ട നമുക്ക് കഴിയില്ല. പക്ഷേ ഖുർആൻ ഓതുന്ന നല്ലവനായി മാറുക എന്ന ശീലം, ഒരു നല്ലവനായി മാറാൻ എനിക്ക് സാധിക്കൂല, എനിക്ക് നല്ലവനാകാൻ പറ്റൂല എന്ന് ഞാൻ പറയുന്നതിന് പകരം ഇന്ന് ഞാൻ ഓതാൻ തീരുമാനിക്കുക, നാളെ ഓതാൻ തീരുമാനിക്കുക, മറ്റന്നാൾ ഓതാൻ തീരുമാനിക്കുക. അപ്പൊ ഞാൻ എന്തായി? ഖുർആൻ ഓതുന്നവനായി മാറി. ഇതുവരെ ബാഡായി സംസാരിച്ച ഞാൻ ഇന്ന് മുതൽ നല്ലതേ സംസാരിക്കും തീരുമാനിക്കുക. ഇതുവരെ ഫ്രണ്ട്ഷിപ്പിൽ ഒരാളോട് പുറത്തു നോക്കുമ്പോൾ അനാവശ്യമായി സീരിയസ് ആയി, ഐ ആം സോ സീരിയസ് ബിക്കോസ് ഞാൻ ഇന്നാളെ വൈഫാണ്, ഞാനെന്തിനാ ഓളോട് ചിരിക്കുന്നത് എന്ന അഹങ്കാരം കാണിച്ച ഒരാൾ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ ശീലമായി മാറും. അപ്പൊ നമുക്ക് എന്ത് കൂടും? ബന്ധങ്ങൾ കൂടും. മക്കളുമായി ബാഡായി ബിഹേവ് ചെയ്തിരുന്ന ഒരാള് ഒരു ദിവസം ഉറങ്ങി ഉണരുമ്പോ പ്രതിജ്ഞ എടുക്കുക, ഇന്ന് ഞാൻ മക്കളോട് ഒരു നിലക്കും ബാഡ് വേർഡ് ഉപയോഗിക്കൂല എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് പ്രതിജ്ഞ കല്ലുമ്മേ കടിച്ചെടുക്കുക. നല്ല പണിയാ, എനിക്കറിയാം. കാരണം അജാതി പണിയക്കാരെ മക്കള് എന്താണോ എടുക്കണ്ടെന്ന് പറഞ്ഞത് അതേക്കാരം ഒരു കഴിഞ്ഞപ്പോ 8 ദിവസം വെക്കേഷനാണ്, 9 ദിവസം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാനൊരിക്കൽ എൻ്റെ ഒരു കുടുംബക്കാരന്റെ പെരേക്കാണ് കയറി ചെന്നപ്പോഴേ, ഏപ്രിൽ 1-ാം തീയതി, അതിന് പ്രത്യേകത എന്താ? ഏപ്രിൽ ഫൂൾ. ഇതാണ് മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏപ്രിൽ 1-ാം തീയതിയാണ് കേരളത്തിൽ വെക്കേഷൻ തുടങ്ങി, നിങ്ങൾക്ക് അറിയോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. 1-ാം തീയതി കയറി ചെല്ലുമ്പോ ഉപ്പ സിറ്റ് ഔട്ടിൽ ഇതിന്റെ പേപ്പർ വായിക്കുന്നുണ്ട്, ഡോർ ഓപ്പൺ ആണ്. പുറകുന്നൊരു 9 വയസ്സുള്ള ഒരു കുട്ടി ഒറ്റ ഓട്ടം ഉപ്പാന മുമ്പൂടെ കയ്യിൽ എന്തോന്ന് പൊത്തി പിടിച്ചിട്ടുണ്ട്. ബാക്കിൽ വരുന്നുണ്ട് അടുക്കളയിലെ ഏറ്റവും വലിയ ആയുധവുമായിട്ട് ആ പരിയത്ത് ഉമ്മ. ഏതാ? ചട്ടകം ചിറത്തി ഓരോരുത്തർക്ക് ഓരോന്നേക്കാണ്. അങ്ങനെ എന്റെ മുമ്പേക്ക് ചെന്ന് ഇവനങ്ങോട്ട് ഓടി ഉമ്മാന്റെ ഡയലോഗ് അവിടെ നിന്നിട്ട്, ഇന്റെ തമ്പുരാ, എന്റെ റബ്ബേ, ഇനി ഈ 2 മാസം ഇറ്റങ്ങളെ ഞാൻ എങ്ങനെയാ സഹിക്കുകയാണ്? കാരണം എന്താ? ഇതുവരെ രാവിലെ ആയിട്ട് പോയതിന് രാത്രി വന്നിട്ട് നോക്കിയാൽ മതി. ഇനിയിപ്പോ 2 മാസം വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ എങ്ങനെ സഹിക്കും? ഇത് സത്യത്തിൽ നമ്മളൊക്കെ അവസ്ഥ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു എന്റെ വഴി നിന്റെ വഴി എന്നതിന് പകരം നമ്മുടെ വഴി, 4 തരം പാരന്റിങ്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. അതോറിറ്റേറ്റീവ് പാരന്റിങ്, അതോറിറ്റേറിയൻ പാരന്റിങ്, പെർമിസീവ് പാരന്റിങ്, അതേപോലെ തന്നെ പെർമിസീവ് പാരന്റിങ് ആൻഡ് 4-ാമത്തെ 4 ടൈപ്പ്, 4 ടൈപ്സ് ഓഫ് പാരന്റിങ്ങിൽ ഇസ്ലാമികമായ രീതി അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. 1-ാമത്തേത് എന്റെ വഴി. ബാപ്പ പറയാണ് ഞാനാണ് ചെലവിന് തന്നത്, ഞാൻ പറഞ്ഞേ കേട്ടോണം.
അപ്പൊ കുട്ടി പറയും ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടോളാം, ഞാൻ തരുന്നൊരു കാലം വരും എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇത് അതോറിറ്റേറിയൻ പാരന്റിംഗ് ആണ്, ശരിയല്ല. ഒരു ഹിറ്റ്ലർ പാരന്റിംഗ് എന്നൊക്കെ കുട്ടികൾ പറയും. രണ്ടാമത്തേത് പെർമിസീവ് പാരന്റിംഗ്. എന്താച്ചാ ചെയ്ത യുവാവെ ഒന്നിനും ഞാൻ ഇടപെടില്ല, എനിക്കൊരു ഉത്തരവാദിത്തമില്ല, എനിക്ക് തോന്നിയമായി. ചില പൊരയിലൊക്കെ വെക്കേഷൻ ആയാലും അങ്ങനെയാ, ഒരു പൊര ചന്തമായി, ആര് എപ്പ വന്നു എവിടെ എവിടെ മൂത്തവും എവിടുക്ക പോയത്, എപ്പോഴാ വരിക, ആരാ ഒപ്പുള്ളു, ഒരു 5-6 കുട്ടികൾ കളിക്കാൻ പോയിക്കോട്ടെ, പുറത്തേക്ക് പോയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോട്ടെ. മോൻ എവിടുക്ക പോയത്, മോൻ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. എപ്പോഴാ വരിക, 5:50 പെടുത്തും, കുളിച്ച് റെഡിയായി ഉപ്പാന്റെ കൂടെ പള്ളിയിൽ പോകാണ്ടാവും. അതാണ് പെർമിസീവ് പാരന്റിംഗ്. മക്കൾ കളിക്കണം, എല്ലാം വേണം, പക്ഷെ എവിടുക്കാ പോയത്, എങ്ങട്ടാ പോയത്, ആരപ്പാ പോയത്, ആരാ കൂടെ, എപ്പ വരും, ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ചന്തയായി മാറാൻ പാടില്ല വീട്. മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത്? അതാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. മക്കളുടെ വിഷയത്തിലൊക്കെ മക്കൾക്ക് അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്കുള്ള അവകാശങ്ങളെ വകവെച്ച് കൊടുക്കണം. പട്ടം പറത്തുന്നവന്റെ കയ്യിലെ നൂല് പോലെ ഈ പട്ടത്തിന് എത്രയും പറക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ നൂൽ രക്ഷിതാക്കൾ കൈപിടിച്ചിരിക്കുന്നത് നിങ്ങളെ വലിച്ചിട്ട് താഴ്ത്തിക്കിടാനല്ല. ഈ നൂല് ഉപ്പാന്റെ കയ്യിലായതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, തെറ്റിദ്ധരിക്കണ്ട. ഈ നൂല് പൊട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ പട്ടം പിന്നെ എന്താ സംഭവിക്കുക. അടുത്ത കാറ്റിന് തല കുത്തി മറിഞ്ഞിട്ട് ആ പട്ടത്തെ പല്ലിടിച്ച് കാത്തിരിക്കുന്ന ഒരുത്തന്റെ അവന്റെ മുന്നിൽ വന്ന് തലകുത്തി വീഴും. ശരിയല്ലേ? ഈ നൂല് കയ്യിലുണ്ടായാലോ, ഈ നൂല് കയ്യിലുണ്ടായാൽ പട്ടം പരിധി വിട്ട് കാറ്റിൽ ആടി ഉലയുമ്പോ ഉമ്മയും ആ കയറിങ്ങനെ അങ്ങോട്ട് വലിക്കും. ആ പട്ടം നമ്മളെ കൺട്രോളിൽ വരും. പിന്നെ നേരെ ചൊവ്വെ പറക്കുമ്പോ നൂലിങ്ങനെ അയച്ചുവിടും. പട്ടത്തിന്റെ നൂല് ഉപ്പാന്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്കൊരു തടസ്സമല്ല, ആ നൂലുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആ നൂല് നമ്മളായിട്ട് പൊട്ടിക്കരുത്, പൊട്ടിയാ പോയി കാര്യം. അപ്പോ നമ്മുടെ ഭാവിയെ നമുക്ക് ഈ രീതിയിലാണ് തിരുത്താൻ പറ്റുക. ഇൻസാനിറ്റി എന്നുള്ളതിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഡെഫിനിഷൻ അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്. ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ചെയ്തത് തന്നെ ഇന്ന് ചെയ്യുക, മിഞ്ഞാന്ന് ചെയ്തത് തന്നെ ഇന്നലെ ചെയ്യുക, അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുക എനിക്കൊന്നുകൂടി ബെറ്റർ ആവണം. ഇതിന് പറയുന്ന പേര് ഇൻസാനിറ്റി. മലയാളത്തിൽ പറഞ്ഞ പിരാന്ത്. റിസൾട്ട് മാറണോ, പ്രവൃത്തി മാറണം. ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുന്നത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടേണ്ടതിൽ മാറ്റം വരുത്തണം, പ്രവൃത്തിയിൽ മാറ്റം വരുത്തണം. ഇതുവരെ വായിക്കാത്തത് വായിക്കണം, ഇതുവരെ കേൾക്കാത്തത് കേൾക്കണം, ഇതുവരെ സ്പെൻഡ് ചെയ്യാത്ത ടൈം ഖുർആൻ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഇതുവരെ ഒതുക്കാത്ത രീതിയിൽ ഖുശൂഅോടെ ഒതുക്കണം, ഇതുവരെ കൊടുത്തതിലേറെ ടൈം നമസ്കാരത്തിന് കൊടുക്കണം, ഇതുവരെ കാണിക്കാത്ത ബന്ധം അയൽക്കാരുമായി കാണിക്കണം. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ 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 പ്രവൃത്തിയിൽ മാറ്റം വരുത്തിയാൽ റിസൾട്ടിൽ മാറ്റം വരും. പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ റിസൾട്ട് ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നത് മൂച്ചിപ്പിരാന്താണ്. മനസ്സിലായില്ലേ? അത് മാത്രമേ അതിനുള്ള വഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാറാം. സാധാരണ പറയുന്നത് യു കനോട്ട് ചേഞ്ച് എനിവൺ. നിങ്ങൾക്ക് ഒരാളെ മാറ്റാൻ പറ്റൂല. യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾക്ക് ആരെയും മാറ്റാൻ പറ്റിയ നിങ്ങളെ മാത്രമേ മാറ്റം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കരിയർ ഗൈഡൻസിൽ ശ്രദ്ധിക്കേണ്ട ടൈമിന്റെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അധികം പറയാൻ ടൈം എടുക്കുന്നില്ല. ഒരു 6 കാര്യങ്ങൾ നമ്പർ ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത്തേത് കരിയറിൽ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മക്കളുടെ ടേസ്റ്റ് അഭിരുചിയൊക്കെ നോക്കണം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടാകും. ആ കുട്ടിയെ എന്തിനാണ് നിയോഗിക്കപ്പെടുന്നത്, ആ ഒരു പാഷൻ ഉണ്ടാകും. ഈ പാഷനും പ്രൊഫഷനും തമ്മിൽ കണക്ട് ആവുന്ന ആ കുട്ടിക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡിലേക്ക് ആ കുട്ടിയെ എത്തിക്കണം. ഓഫീസിൽ അടങ്ങിയിരുന്ന് പണിയെടുക്കാൻ പറ്റാത്ത ഒരു കുട്ടിനെ PSC എഴുതിച്ചിട്ട് വില്ലേജ് ഓഫീസിലെ ഗുമസ്തനാക്കി മാറ്റിയാൽ ആ കുട്ടി ആജീവനാന്തം ടെൻഷൻ ആയിക്കാരം. എന്നാൽ എക്സ്ട്രോവേർട്ടായ ഒരു കുട്ടിയെ ഓഫീസിൽ ഗുമസ്തന്റെ പണിയിൽ ടീച്ചർ ആകേണ്ട ഒരു കുട്ടിയെ ഓഫീസിൽ ഏൽപ്പിച്ചാലും, ഓഫീസിൽ ഏൽപ്പിക്കേണ്ട ഒരു കുട്ടിയെ ടീച്ചറാക്കിയാലും ആ കുട്ടിക്ക് ജീവിതത്തിൽ എന്തുണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. ആപ്റ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം. അഭിരുചി അത് ശ്രദ്ധിക്കാനുള്ള വഴിയിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു 1000 റുപ്യ എടുത്താൽ അത് വിദഗ്ധർ നിങ്ങൾക്ക് നടത്തിയിട്ട് ആ കുട്ടീന്റെ ടേസ്റ്റ് എന്താണല്ലോ പറഞ്ഞുതരും. ഒരു ഉദാഹരണം കൂടി പറയാം. എന്നെ പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു. മാഷ് ഭയങ്കര കച്ചവടക്കാരനായിരുന്നു.
എല്ലാ ഇന്റർവെല്ലിനും പീരിയഡിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ മൂപ്പര് പോയിട്ട് മറ്റേ പറമ്പിന്റെ വില പറയും. നല്ല കച്ചവടക്കാരനാണ്, പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. മനസ്സിലായോ? അയാൾ ശരിക്കും ഒരു കച്ചവടക്കാരനായിരുന്നുവെങ്കിൽ അയാളും രക്ഷപ്പെടുമായിരുന്നു. വേറൊരു ഉദ്യോഗസ്ഥ ഉണ്ട്, വില്ലേജ് ഓഫീസിലാണ്. അയാൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും പണി എന്താ മഞ്ചേരി ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ക്ലാസ് എടുക്കുക. ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയൊക്കെ അയാളെ ക്ലാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ എട്ടങ്ങാറായി മനുഷ്യൻ ഫയലിൽ പണിയെടുക്കുക. എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ പണി എന്താ അറിയോ? ശനിയാഴ്ചയും ഞായറാഴ്ചയും കോച്ചിങ്ങിന് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട വിറ്റാണ് മൂപ്പർ ആലോചിക്കണത്, അതിന്റെ പോയിന്റ് മൂപ്പർ ഉണ്ടാക്കണത്. മൂപ്പരെ കൊണ്ട് ഈ ഓഫീസിന് ഒരു ഗുണമില്ല, ഈ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. മൂപ്പരെങ്ങാനും മാസമായിരുന്നെങ്കിൽ ആ കുട്ടികൾ രക്ഷപ്പെടുകയായിരുന്നു. പാഷൻ, ഉള്ളിലുള്ള തീ, പ്രൊഫഷൻ, കിട്ടുന്ന ജോലി, ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? യോജിച്ച് വരണം. അപ്പൊ മനസ്സിലായോ? ഇതിനാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. അത് നമ്മൾ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് പേഴ്സണാലിറ്റി ആണ്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. നിങ്ങൾക്ക് നല്ലോണം സംസാരിക്കുന്ന കുട്ടികളെയാണോ ഇഷ്ടം, അതല്ല മുണ്ടാതെ കുത്തിരിക്കുന്ന കുട്ടികളെയാണോ ഇഷ്ടം? ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. എന്താണ്? അമിതമായി സംസാരിക്കേണ്ട, അല്ലാത്ത തന്നെയാണെങ്കിലും ടീച്ചർ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ തിരിച്ചു വെക്കാം. നിങ്ങൾക്ക് മങ്കിനെയാണോ സിംഹത്തിനെയാണോ ഇഷ്ടം? അപ്പൊ എല്ലാവരും പറയും സിംഹത്തിന്. സിംഹം ഇൻട്രോവേർട്ട് ആണ്, മങ്കി എക്സ്ട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് പറഞ്ഞാൽ അന്തർമുഖൻ, സംസാരിക്കാതെ. എക്സ്ട്രോവേർട്ട് ആണ്, എല്ലാവരോടും പെട്ടെന്ന് ഇടപെടും. നേരത്തെ ഒരു ട്രെയിനിൽ ആ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ 12 ആളുണ്ടെങ്കിൽ 12 ആളും പരിചയപ്പെടും. ആര്? എക്സ്ട്രോവേർട്ട്. ഒരാൾ മുണ്ടില്ലെങ്കിൽ കാലിൽ നിന്ന് ചവിട്ടും, സോറി ഇട്ടോളെ പേരം പോയിക്കും. മുണ്ടാത്ത ആള് മുണ്ടിക്കും, എക്സ്ട്രോവേർട്ട്. പക്ഷെ അയാളെ എന്തിനാ പറ്റിയ? അയാൾ ഒരു IAS ആകാൻ പറ്റിക്കോണമെന്നില്ല, ഒരു നല്ലൊരു കമ്പനി മാനേജർ ആകാൻ പറ്റിക്കോളുന്നില്ല. എന്നാൽ അയാൾക്ക് പറ്റുന്ന പണിയുണ്ട്. എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ, അയാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ, അയാൾക്ക് പറ്റുന്ന ഒരു ജോബ് തിരഞ്ഞെടുക്കാവൂ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ലേണബിലിറ്റി, പഠിക്കാനുള്ള കഴിവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കുട്ടികൾക്ക് 2 കൊല്ലം കൊണ്ട് ജോലി കിട്ടേണ്ടി വരും. ഗേൾസിൽ മാത്രമല്ല ബോയ്സിലൂടെ വന്നിട്ട് ഒരു വേറെ ചിലർക്ക് അതൊന്നുമല്ല, പഠിച്ച ലെവൽക്കാണ്ട് എത്തണം. എത്ര കൊല്ലെടുത്താലും പ്രശ്നമല്ല. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി നോക്കിയിട്ട് ആ കുട്ടിന്റെ കോഴ്സ് തെരഞ്ഞെടുക്കുക. അവർ പറയുന്ന പേര് ലേണബിലിറ്റി. നാലാമത്തെ കാര്യം അഫോർഡബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും പൈലറ്റ്. 1 കോടി മുടക്കിയിട്ട് പൈലറ്റ് ആക്കാൻ പറ്റുന്ന എത്ര കുട്ടികളുടെ രക്ഷിതാക്കളെ കൂടുതലുണ്ട്? 1 2 ഉണ്ടായേക്കാം. അഫോർഡബിലിറ്റി നമുക്ക് താങ്ങാൻ പറ്റുന്ന. അല്ലാത്തവർക്ക് പറ്റിയത് എന്താ? സാധാരണ പോലെ ഗവൺമെന്റ് കോളേജുകളും ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഉഗ്രൻ കോഴ്സുകൾ. ഇപ്പൊ വളരെ നല്ല സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുറെ കുട്ടികൾ പറഞ്ഞില്ലേ, പിന്നെ PSMO തിരുവങ്ങാടി, MES മമ്പാട്, അതേപോലെ തന്നെ ഫറൂഖ് കോളേജ്. കേരളത്തിൽ തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് ചെലവിൽ ചെറിയ പൈസ വണ്ടിക്കൂലി ഉണ്ടാക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന. അപ്പൊ അഫോർഡബിലിറ്റി നോക്കണം. അഞ്ചാമത്തെ കാര്യം റെപ്യൂട്ടേഷൻ, സ്ഥാപനത്തിന്റെ ഒരു മികവ് പരിഗണിക്കണം. ഇപ്പൊ കേരളത്തിലായി പറഞ്ഞ 2-3 സ്ഥാപനങ്ങൾ ഏതാണ്? പിന്നെ ഫറൂഖ് കോളേജ്, PSMO, MES കോളേജ്, അരീക്കോട് സുല്ലം സലാം. എന്നാൽ കാവനൂർ ഒരു ട്യൂഷൻ സെന്ററിൽ എത്തിയാൽ ആ ക്വാളിറ്റി ഉണ്ടായിക്കോണമെന്നില്ല. ഇനിയിപ്പോ നാഷണൽ ലെവലിലാണെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, DU ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ. ഇനി വേൾഡ് ലെവലിലാണെങ്കിൽ പിന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെയുള്ള ഒരുപാട്. ആ ലെവലിലേക്ക് നമുക്ക് ഏത് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും? ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ പരിഗണിക്കണം. ആറാമത്തെ കാര്യം ജെൻഡർ ഡിഫറൻസ്. ആൺകുട്ടികൾക്ക് പറ്റുന്നതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിക്കൊള്ളുന്നില്ല, പെൺകുട്ടികൾക്ക് പറ്റുന്നതൊക്കെ ആൺകുട്ടികൾക്കും പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ നേഴ്സാവാൻ ഏറ്റവും ബെറ്റർ ഇപ്പോഴും ഗേൾസ്. കാരണം ആ ഒരു എംപതറ്റിക്കൽ മൈൻഡ് കൂടുതലുള്ളതായിരിക്കാം ഗേൾസിനാണ്. എന്നാൽ ഗേൾസിന് പറ്റാത്ത ഇപ്പോ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് ഓരോ നാട്ടിലേക്കും രാവും പകലും നോക്കാതെ യാത്ര ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് പറ്റിക്കൊള്ളുക, ഒരു പുരുഷനാണ്. അപ്പൊ ആ രീതിയിൽ ജെൻഡർ ഡിഫറൻസ് പരിഗണിക്കണം. ഏഴാമത്തെ കാര്യം നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ടത് മോറൽ വാല്യൂസ്. എന്താണ്? ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബാങ്കിങ് നമുക്ക് പറ്റുമോ? ഇല്ല. അള്ളാഹു റസൂൽ വിലക്കിയതാണ് ബാങ്കിലെ ജോലി. അതേപോലെ ഹോട്ടൽ മാനേജ്മെന്റ് അവിടെ ചെന്നാൽ, അതേപോലെ തന്നെ ഈ എന്താണ് ക്യാബിൻ ക്രൂ, ഫ്ലൈറ്റിലൊക്കെ ഉള്ള ജോലികൾ, ഇങ്ങനത്തതൊക്കെ ചിലപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടി വരും, എന്ത് സർവീസും ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ മോറൽ വാല്യൂസ്, ഇസ്ലാമികമായി പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഇതൊക്കെയാണ് കരിയർ ഗൈഡൻസിന്റെ ബേസിക് കാര്യങ്ങൾ. ഒരുപാട് വിശദീകരിക്കേണ്ട സംഗതികളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച തുടക്കത്തിൽ നിങ്ങൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട ഒരു ആയത്തുണ്ട്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പരലോകത്ത് മാത്രം വിജയിക്കാനല്ല അള്ളാഹുവോട് പറഞ്ഞത്, ദുനിയാവിലും വിജയിക്കാനാ. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എന്താ? അള്ളാഹുവേ ദുനിയാവിൽ എനിക്ക് ഹൈർ കൊണ്ട. ഞാൻ പറഞ്ഞു ബെസ്റ്റ് വേർഷൻ ഓഫ് യു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഈ ലോകത്ത് ആകാൻ പറ്റുന്നതിന്റെ പരമാവധി ലെവലിലേക്ക് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? എത്തിക്കണം. അതിന്റെ സപ്പോർട്ട് കൊടുക്കേണ്ട ആര് ഉത്തരവാദിത്താണ്? ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉത്തരവാദിത്തം. മക്കൾക്ക് മാത്രല്ല, എന്റെ കാലം കഴിഞ്ഞു വിചാരിക്കണ്ട, നിങ്ങളെ കാലൊന്നും കഴിഞ്ഞിട്ടില്ല. 68ാമത്തെ വയസ്സിലാണ് KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് കമ്പനി ഉണ്ടാക്കിയതിന്റെ ഓണർ തന്റെ കമ്പനി സ്ഥാപിച്ചത് 68ാമത്തെ വയസ്സിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ 68 വയസ്സായ ഒരു കാക്ക, ഒരു താത്ത, എന്നെ കൊണ്ട് എന്താ മക്കളെ? അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അള്ളാഹു റസൂലിന് നുബുവത്ത് കിട്ടിയത് 40ാമത്തെ വയസ്സിലാണ്. 40 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോ എന്നെ കൊണ്ട് എന്താ പറ്റുക? അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹ് നമുക്ക് എത്ര വിളിച്ചത് അള്ളാഹിന്റെ കയ്യിലാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചെന്താ? മരിക്കുമ്പോ നെറ്റിത്തടത്തിൽ വിയർപ്പുമായി മരിക്കണം. എത്രയാണ് അള്ളാഹ് തന്നത് ആ കാലം മുഴുവനും അതിനു വേണ്ടി മാറ്റിവെക്കുക. അതിലൊന്നും വേണ്ടി അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 2ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ഏറ്റവും മനോഹരമായി നമ്മൾ ഈ കണക്ട് ദി ഡോട്ട് എന്ന് പറയുന്ന, കണക്ട് ദ ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മൾ എല്ലാവരും കളിച്ചാൽ, ബാലരമയിലും ബാലഭൂമിയിലും ബാലമംഗലത്തിലും കുത്തുകൾ യോജിപ്പിക്കുക. കഴിയില്ലേ? കുത്തുകൾ യോജിപ്പിക്കുക. 68ാമത്തെ കുത്തി യോജിപ്പിക്കുമ്പോ മനോഹരമായ ഒരു ചിത്രം തെളിഞ്ഞു വരും. ആ കുത്തിന്റെ ഉള്ള ചിത്രം ഉണ്ടായിരുന്നു ഒരു മനോഹരമായ ബട്ടർഫ്ലൈ, ഒരു ബേർഡ്, അല്ലെങ്കിൽ ഒരു ഗാർഡൻ. പക്ഷെ നമ്മൾ അവസാനത്തെ കുത്തി യോജിപ്പിക്കുമ്പോഴാണ് ഇതിനുള്ള ഇങ്ങനത്തെ ചിത്രം നമുക്ക് മനസ്സിലാകില്ലേ? കഴിച്ചിട്ടില്ലേ? നമ്മള് ഓരോ ദിവസവും ഓരോ കുത്തി യോജിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്റെ ഒരു കുത്തി ഞാൻ പൂർത്തിയാക്കി. ഒരു കുത്തിൽ നിന്ന് മറ്റേ കുത്തിലേക്കുള്ള യാത്ര. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓരോ ഡോട്ടിൽ നിന്നും അടുത്ത ഡോട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ കുത്തിൽ നമ്മൾ എത്തുമ്പോ ചിത്രത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്ര പോകും. അന്ന് നാട്ടുകാർ പറയും, സൂറാബി വരച്ച ചിത്രം അടിപൊളിയാട്ടോ. ചിലപ്പോ തിരിച്ചു പറയും, സൂറാബി വരച്ച ചിത്രത്തിന്റെ ഒരു കോലയും അലിക്ബർ വരച്ച ചിത്രത്തിന്റെ ഒരു കോലയും, അലിക്ബർ വരച്ച ചിത്രം സൂപ്പറാണ് കേട്ടോ. രണ്ടിലൊന്ന് നമ്മളെയൊക്കെ കുറിച്ച് പറയും. ഈ ചിത്രം മനോഹരമാക്കുക, പരമാവധി മനോഹരമാക്കുക, മാക്സിമം കളർഫുൾ ആക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. നിങ്ങളിൽ ഏറ്റവും നല്ല ചിത്രം വരയ്ക്കുന്നത് ആരാണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, ഏറ്റവും നല്ല ചിത്രം നമുക്ക് വേണ്ടി നമ്മൾ വരയ്ക്കുക. നമ്മുടെ മക്കളെയും ഏറ്റവും മനോഹരമായ ചിത്രം വരക്കുവാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഒന്നുപോയ തെറ്റുകുട്ടികൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിമാറാവട്ടെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശോതാക്കളെയും സാലികളെയും അള്ളാഹു നമ്മയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മക്കൾക്ക് നല്ല മാതാപിതാക്കളായി മാറുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നാളെ സ്വർഗത്തിൽ ഉന്നതമായ ഇടം നേടുന്ന രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.